group, you can follow another member. ഞങ്ങൾ സഫാരി വേൾഡ് ആണ് ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ അല്ല, 4ാം ദിവസമാണ് സഫാരി വേൾഡ് കാണാനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കണ്ട കുറേ മൃഗങ്ങളുടെ പിക്ചേഴ്സൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. അവരൊക്കെ ആയിട്ട് നമുക്ക് കളിക്കാമൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രത്യേക വണ്ടിയിലാണ് പോവുക. അപ്പോൾ ആ വണ്ടിയിൽ നമുക്ക് തൊടാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് തൊട്ട സൈഡിൽ കൂടെയൊക്കെ എല്ലാ ജീവികളും പോകും, എല്ലാ മൃഗങ്ങളും പോകും, നമുക്ക് കാണാം. അവർക്ക് തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ 8 ഷോ ഉണ്ട് ഇന്ന് മുഴുവൻ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3, രാവിലെ 4, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, നിറച്ച ആൾക്കാരാണ്. നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. ഞങ്ങളൊക്കെ റെഡി ചെയ്യാൻ നിൽക്കുകയാണ്. ഇതാണ് ഇതിലുള്ള എൻട്രൻസ് ആണ്. പിന്നെ ലൈനായിട്ട് നിൽക്കുക കേട്ടോ. ഞങ്ങളുടെ ആൾക്കാർ മുഴുവൻ ഈ റെഡ് ക്യാപ്പ് ഇട്ടത് ഞാൻ ഇട്ടത് നോക്കണ്ട, ഞാൻ മാച്ച് നോക്കിയിട്ടതാണ്. ഇവിടെ റെഡ് ക്യാപ്പാണ് ഞങ്ങളെ സുബിൻസ് ഹോളിഡേയ്സ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഫോട്ടോഗ്രാഫറൊക്കെ നടക്കില്ല, അപ്പോൾ പൈസയൊക്കെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ. This one is the ticket now, no loss. Show to the staff when entry. They're checking one by one. ഇതാണോ ടിക്കറ്റ്? ടിക്കറ്റ് അല്ല, ഓരോ ഫാമിലിക്ക് വേണ്ടി തന്നതാണ്. ഷോ ടൈമിംഗ് അറിയാൻ വേണ്ടി ടിക്കറ്റ് അല്ല, അത് ഷോ ടൈമിങ്ങിൻ്റെ. ഓരോ ഷോ ടൈം എത്ര മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്? 10:15, 14:30, 15 അങ്ങനെയാണ് ഷോ പോണത്. ഇത് കയ്യിൽ വേണം നിർബന്ധമില്ല, പക്ഷെ നമുക്ക് കാണിച്ചു തരാനാണ് എന്തൊക്കെയാണ്. ഇവർ ഭാഷയിൽ എഴുതിയതുകൊണ്ടേ ഇതൊക്കെയാണ് സംഭവം. ഇങ്ങനെയായിട്ട് ഇവിടെ ട്രാവലേഴ്സ് കൊണ്ടുപോകും. നമ്മളിങ്ങനെ അവരെ ബോർഡ് പ്ലക്കാർഡ് ഇങ്ങനെ പൊക്കി പിടിച്ച് നമ്മളെല്ലാവരും അവരെ പിറകെ ഇങ്ങനെ നടത്തും. എന്ത് രസം! ഇതായിട്ട് നല്ലത്. നമ്മുടെ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് അപ്പോൾ പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ എല്ലാം ഗ്രൂപ്പുകാരാണ്. എല്ലാം കുറേ പേര് കോഴിക്കോട് നിന്നുള്ളവരുണ്ട്. അവിടെ നീല തൊപ്പിട്ട ടീമൊക്കെ ത്രിവേണി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. കുറേ ഉണ്ട് കേട്ടോ. മലപ്പുറത്തു നിന്നുള്ളതുണ്ട്, ഇഷ്ടം പോലെ. നോർത്ത് നിന്നുള്ളവരുണ്ട്. So we take group photo inside, huh? Yes. So many cute. Okay, one by one, നമ്മളിവിടെയാന്ന് തോന്നുന്നു കൗണ്ടർ. നമ്മളെ കയ്യിൽ വെള്ളക്കുപ്പിയൊന്നും പാടില്ല കേട്ടോ. ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. വെള്ളക്കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കളയണം. നമ്മൾ ഫസ്റ്റ് മറൈൻ പാർക്കിലോട്ടാണ് പോണത്. സോ ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. നമ്മുടെ ടീമൊക്കെ ഇവിടെ എത്തി വന്നു. നമ്മുടെ സുബിൻ ഇപ്പം അവിടുത്തെ ഒരു ഇതും കഴിഞ്ഞു. നമ്മളിപ്പോൾ നടക്കുകയാണ്. നമ്മൾ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നത്. എന്താണ് ഈ മറൈൻ പാർക്ക് എന്നുള്ളതൊന്ന് അറിയണമെന്നുണ്ട്. സോ വി ആർ മൂവിങ്. അവിടെ മുകളിലൊക്കെ നല്ല ചെടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ സൈഡിലൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും വാങ്ങാനുള്ള ടൈമില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കണ്ടുപോകും. കടകളുണ്ട് കേട്ടോ. തൊപ്പിയൊക്കെ ഇങ്ങനെ വിൽക്കണേ ഒരുപാട് കടകളുണ്ട്. പക്ഷെ ഒന്നും വാങ്ങരുത്, ഭയങ്കര കത്തിയായിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നു. പക്ഷെ നമ്മളത് വാങ്ങാനല്ല വന്നത്. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ഈ തണലൊക്കെ കണ്ട് ഈ ചെടികളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പോവാണ്. തത്തനൊക്കെ കണ്ടോ? ഇഷ്ടം പോലെ തത്തോത്തകൾ, തോത്തപ്പുരി, പനിപ്പുരി, ഇഷ്ടം പോലെ തോത്തകൾ. നമ്മൾ വേറൊരു ജംഗ്ഷനിലെത്തി. അപ്പം നമ്മളിവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കയറുന്നത്. പിറകിലാണ് മറൈൻ പാർക്ക്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. അപ്പം ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കുറച്ച് കുതിരകളാട്ടോ. കഴുതിയോ കുതിരയോ? അത് കോവർ കഴുത. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കോ?
കോവർ കഴുത. ഇത് കുതിരേന്റെ വാല് കഴുതയുടെ മുഖവും ആയിപ്പോയി. ഞങ്ങൾക്ക് ഡൗട്ടായി. ഓവറാക്കരുത് എന്നൊക്കെ കഴുത. അപ്പം നമ്മളെല്ലാവരും ഇപ്പം കുറച്ചു നേരം കണ്ട് കുതിര കഴിച്ചോന്ന് ഉറപ്പ് വരുത്തിയില്ല. കണ്ടിട്ട് കുതിരയുടെ വാലും കഴുതയുടെ മുഖമാണ്. കുതിരയാന്ന് തോന്നുന്നു, എനിക്ക് എവിടെ മനസ്സിലായി. ഇവരിങ്ങനെ അവിടെ എവിടെയൊക്കെ നിന്ന് സമയം കളയും, എന്നിട്ട് ബാക്കിയുള്ളവർക്കാണ് ബുദ്ധിമുട്ട്. എത്രയോ നേരം പിന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഓക്കെ. ഇന്ന് നമുക്ക് വേറെ ജീവനെ കാണാൻ പോവാം. ഇവിടെയൊക്കെ നമ്മൾ ഇവിടേക്ക് വന്നത് തന്നെ ഒരുപാട് ഇത് കാണാനാട്ടോ. സോ നമുക്കിവിടെ ടൈഗർ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് ആമയുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. പിന്നെ തത്തകളുണ്ട്. ഒരുപാട് കാണാനുണ്ട് കേട്ടോ, ഒരുപാട് കാണാനുണ്ട്. സോ നമുക്കിത് പെട്ടെന്നൊന്നും ഇതെന്താ സാധനം? ഇതൊരു വെള്ളത്തിലുള്ള ഒരു ജീവിയല്ലേ, എനിക്ക് പേര് മറന്നില്ല. തത്തേൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബിസിനസ്സാണ് കേട്ടോ. അയാളൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ നമ്മളെ പിറകുന്ന് പോവില്ല. വാക്ക് കാട്ടിൻ്റെ അകത്തോട്ടാണ് കേട്ടോ നമ്മൾ പോണത്. കരുത്തുകാട് അങ്ങോട്ടാണ് നമ്മൾ കയറുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ റെഡ് ക്യാപ്പ് ഇട്ടതുകൊണ്ടാണ് നമ്മളെ ടീമിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും സൈഡിലിരിക്കണം. ഇതിൻ്റെ മുകളിലൊക്കെ മുന്തിരി കണ്ടോ? മേലോട്ട് നോക്കിയേട്ടാ മുന്തിരി. എനിക്ക് ഈ മുന്തിരി കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് എന്താ അറിയോ? നമ്മുടെ മിഴിരണ്ടിലെ സിനിമയിലൊരു പാട്ടില്ലേ, ഓമനി, അതാണ് കേട്ടോ ഓർമ്മ വരിക. അതിൽ കാവ്യമാധവൻ ഇങ്ങനെ മുന്തിരിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ എന്നുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതെപ്പോഴും ഞാൻ ആലോചിക്കും. അതൊക്കെ പോട്ടെ. എന്നിട്ട് ഇത്രയും വലിയ മുന്തിരിത്തോട്ടാട്ടോ. മുന്തിരി തന്നെയാ ഇത്? മുന്തിരി തന്നെയാണോ? അയ്യയ്യേ, ഫേക്ക് പ്ലാസ്റ്റിക് മുന്തിരി കേട്ടോ. പ്ലാസ്റ്റിക് മുന്തിരിയാണെങ്കിലും നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ജീവി അയ്യടാ, ഇതിനെ കൂട്ട് സ്പീഡിലോടുന്ന ഇതിൻ്റെ വലുതിനെ നമ്മൾ അന്ന് കണ്ടത്. ഇതിങ്ങനെ കൂട്ടിലിങ്ങനെ ഒരുപാട് ജീവികളിങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇടുമ്പോൾ ഭയങ്കര സങ്കടം അത് കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ അധികം അത് എൻ്റർടൈൻ ചെയ്യാറില്ല. അവർ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പരാക്രമം കാണിക്കണം, പക്ഷെ നമുക്കതൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഇവിടെ സിംഹമുണ്ട്. അല്ലാത്തൊരു ഗതികേട് തന്നെയായിട്ട് ഇവിടുത്തെ മൃഗങ്ങൾക്കൊക്കെ. നേരത്തിന് ഫുഡെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പാവം. She is the one and only lady. She is explaining everything to us. She is very nice, very kind. Yeah, her name is June from this country, Thailand, right? Yeah, she is very presentable and like namaskaram. Sawadika is the name in the Thailand name is in namaskaram. Sawadika. So we are going to now. Yeah. This is a beautiful jungle. ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. നമ്മളിങ്ങനെ സുബിൻസിൻ്റെ കൊടിയായിട്ടാണ് നടക്കുക. അപ്പം വഴി തെറ്റിയാൽ നമ്മൾ തീർന്നു. ഓരോ നമ്മുടെ പിറകിലുണ്ട് കേട്ടോ.